മൃഗണ്ഡ മുനിക്കും പത്നി മനസ്വിനിക്കും സന്താനഭാഗ്യമില്ലായിരുന്നു. സന്താനലബ്ധിക്കായി അവർ ശിവഭഗവാനെ തപസ് ചെയ്തു. അവരുടെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കു മഹാനും അതീവ മനോഹരനും ജ്ഞാനിയുമായ പുത്രനെ വേണോ, ദീർഘായുസ്സോട് കൂടിയ മൂഢനായ പുത്രനെ വേണോ എന്ന് ആരാഞ്ഞു. മൃഗണ്ഡ മുനി മഹാനായ ഹ്രസായുസ്സോട് കൂടിയ പുത്രനെ തിരഞ്ഞെടുത്തു. അങ്ങനെ 16-ാം വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ട മാതൃകാപരനായ പുത്രനായി മാർക്കണ്ഡേയൻ ജനിക്കുകയും ചെയ്തു. മാർക്കണ്ഡേയൻ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പ്രാവീണ്യം നേടി ശിവന്റെ വലിയ ഭക്തനായി വളർന്നു. 16-ാം വയസ്സിന് തൊട്ടുമുമ്പായി തന്റെ ദുഃഖിതരായ മാതാപിതാക്കളിൽ നിന്ന് തന്റെ വിധി മനസ്സിലാക്കിയ അദ്ദേഹം കഠിനതപസ്സുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അദ്ദേഹം വേദങ്ങളിൽ രചിക്കപ്പെട്ട മഹാമൃത്യുഞ്ജയ മന്ത്രജപത്തിലൂടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. യമദൂതന്മാർക്ക് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിക്കാനായില്ല. യമൻ തന്നെ നേരിട്ട് മാർക്കണ്ഡേയന്റെ ജീവൻ അപഹരിക്കാനെത്തി. സഹായത്തിനഭ്യർത്ഥിച്ചു. മുനി ശിവലിംഗത്തിൽ വിലയം പ്രാപിച്ചു. യമൻ തന്റെ പാശം മുനിയുടെ കഴുത്തിൽ ചുറ്റി അത് ശിവലിംഗത്തെയും വലയം ചെയ്തു. കോപാകുലനായ ശിവൻ ലിംഗത്തിൽ നിന്നും കാലാന്തകനായി പുറത്തുവന്നു. യമരാജന്റെ വധം കാരണം ലോകത്തിൽ അസന്തുലിതാവസ്ഥ പ്രകടമായി. ദേവതകൾ ശിവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശിവൻ യമരാജനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. മരണത്തെ അതിജീവിച്ച മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയായി വാഴാൻ ശിവൻ അനുഗ്രഹിച്ചു. അങ്ങനെ മാർക്കണ്ഡേയൻ അമരനായി തീർന്നു. മഹാരാഷ്ട്രയിലെ കമലേശ്വർ, വാരണാസി, ഉജ്ജയിനി എന്നിവിടങ്ങളിൽ മാർക്കണ്ഡേയ മഹാദേവ ക്ഷേത്രങ്ങൾ ഉണ്ട്. ഇതിൽ കമലേശ്വറിലെ ക്ഷേത്രം അത്യന്തം പ്രസിദ്ധമാണ്. വിശ്വാസപ്രകാരം ഈ ക്ഷേത്ര പരിസരത്ത് ആർക്കും മരണാനന്തരയാത്ര സാധ്യമല്ല. മരണത്തിന്റെ വക്കിലാകുമ്പോൾ അവരെ ക്ഷേത്ര പരിധിക്ക് പുറത്തേക്ക് മാറ്റണം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയിലൂടെയും ആത്മശക്തിയിലൂടെയും മഹത്തായ ദൈവസാന്നിധ്യം കൈവരിക്കുമ്പോൾ വിധിയെപ്പോലും മാറ്റാനാകും.